കൃഷ്ണൻ ആനന്ദത്തിൻ്റെ ദേവനാണ്. കൃഷ്ണൻ പ്രതിനിധാനം ചെയ്ത ആശയം ജീവിതാനന്ദത്തിൻ്റെ ആശയമായിരുന്നു. മാ ശുച എന്ന് സമൂഹത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു. കരഞ്ഞ് വിലപിച്ച് ഡിപ്രഷനിൽപ്പെട്ട് ജീവിക്കുവാനുള്ളതല്ല അപൂർവമായി കിട്ടിയിരിക്കുന്ന ഈ ജീവിതം. ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ, സാധ്യതകൾ തിരിച്ചറിയൂ. ഇതാണ് കൃഷ്ണൻ സമൂഹത്തോട് പ്രഖ്യാപിച്ചത്. വേദവ്യാസനിൽ എത്തി നിൽക്കുന്ന കൃഷ്ണസങ്കല്പം കാലങ്ങളിലൂടെ സഞ്ചരിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഋഗ്വേദത്തിൽ നാം കറുത്ത കൃഷ്ണനെ കാണുന്നുണ്ട്. ഒരു യോദ്ധാവായ കറുത്ത കൃഷ്ണനെ ഋഗ്വേദത്തിൽ കാണുന്നു. ഋഗ്വേദത്തിലൂടെ കടന്ന് ഉപനിഷത്തുകളിൽ നാം മധുവിദ്യയുടെ ദർശിച്ച ആദർശ ഒരു ദാർശനികനായ കൃഷ്ണനെ നാം ഉപനിഷത്തുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനിലെ ഈ യുദ്ധവീരത്വവും, കൃഷ്ണനിലെ ഈ ദാർശനിക വ്യക്തിത്വവും, കൃഷ്ണനിലെ ഈ ജനനായകൻ എന്ന ഭാവവും എല്ലാം കൂടി സമാഹരിച്ചുകൊണ്ടാണ് വേദവ്യാസൻ കൃഷ്ണനെ സൃഷ്ടിച്ചിട്ടുള്ളത്.